നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾ ഏറ്റവും കൂടുതൽ യാത്രയ്ക്കായി ഉപയോഗിക്കുന്നത് എയർ ഇന്ത്യ തന്നെയാണ്, പ്രത്യേകിച്ച് ഗൾഫിൽ നിന്നുമുള്ളവർ. എന്നാൽ ഇപ്പോഴിതാ കുവൈറ്റിൽ നിന്നുമുള്ള യാത്രാ ദുരിതം അവസാനിക്കുന്നില്ല. കണ്ണൂരിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാക്കി വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ് അധികൃതർ. ഞായർ, ചൊവ്വ ദിവസങ്ങളിലായി 2 സർവീസുകളാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അതിപ്പോൾ ഒരു ദിവസം മാത്രമാക്കി ചുരുക്കിയതായാണ് റിപ്പോർട്ട് വ്യക്തമാകുന്നത്. അടുത്ത വെള്ളിയാഴ്ച മുതൽ പുതിയ ഷെഡ്യൂൾ നിലവിൽ വരും. ഇതോടെ യാത്രക്കാരുടെ ദുരിതം തുടരും. അതോടൊപ്പം തന്നെ തിരക്കുള്ള കോഴിക്കോട്ടേക്ക് ആഴ്ചയിൽ ഇപ്പോൾ 5 ഷെഡ്യൂളാണുള്ളത്. അത് നിലവിൽ തുടരും. ബുധൻ, വെള്ളി ഒഴികെയുള്ള ദിവസങ്ങളാണ് സർവീസ് നടത്തുന്നത്. ക്രിസ്മസ്, ന്യൂ ഇയർ തിരക്ക് പ്രമാണിച്ചുണ്ടായിരുന്ന തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. കണ്ണൂരിലേക്ക് ഏറ്റവും കുറഞ്ഞ നിരക്ക് 37 ദിനാർ ആയിട്ടുണ്ട്. കോഴിക്കോട്ടേക്ക് 43 ദിനാർ ആയിട്ടുണ്ട്. കൂടാതെ ഫെബ്രുവരി 14 വരെ യാത്ര ചെയ്യുന്നവർക്ക് ബാഗേജ് നിരക്ക് കൂട്ടിയിട്ടുണ്ട്. ബാഗേജ് 30 കിലോയിൽ നിന്നും 40 കിലോയാണ് ആക്കിയിരിക്കുന്നത്. വിമാന ഷെഡ്യൂൾ കുറയ്ക്കുന്നത് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ് വൈകി ഓടുന്നത് ഇപ്പോൾ സ്ഥിരമായിട്ടുണ്ട്. കോഴിക്കോട്ടേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് ഇന്നലെയും വൈകിയാണ് യാത്ര പുറപ്പെട്ടത്. കഴിഞ്ഞയാഴ്ച ഈ വിമാനം 1.5 മണിക്കൂറിലേറെ വൈകിയായിരുന്നു പുറപ്പെട്ടത്. കോഴിക്കോട് നിന്ന് പുറപ്പെടാൻ കഴിഞ്ഞ ദിവസം വൈകിയത് കുവൈറ്റ് യാത്രക്കാരെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. പലർക്കും ജോലിയിൽ കയറേണ്ട സമയം പ്രശ്നമായി തീരുന്നു. കൂടാതെ കണ്ണൂർ, കോഴിക്കോട് ഷെഡ്യൂളുകളാണ് എപ്പോഴും പ്രശ്നത്തിലാവുന്നത്. ഈ സ്ഥലങ്ങളിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് മിക്ക ദിവസങ്ങളിലും വൈകിയാണ് ഓടുന്നത്. പലപ്പോഴും യാത്രക്കാരെ മണിക്കൂറുകളോളം വിമാനത്താവളത്തിൽ ഇരിക്കുന്നു. കൂടാതെ വിമാനങ്ങൾ പലപ്പോഴും തിരിച്ചുവിടുന്നതും വലിയ പ്രശ്നങ്ങൾ യാത്രക്കാർക്ക് ഉണ്ടാക്കുന്നു. വിമാനം വൈകുന്നത് പ്രശ്നമായി ഇരിക്കുമ്പോഴാണ് ആഴ്ചയിലെ 2 സർവീസ് ഒറ്റ ദിവസമാക്കി കുറച്ചിരിക്കുന്നത്. കുറഞ്ഞ ചിലവിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വലിയ വെല്ലുവിളിയായിരിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത്. അതേസമയം രാജ്യത്ത് തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ മേഘാവൃതമായ അന്തരീക്ഷത്തിനും മഴയ്ക്കും സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷകൻ അബ്ദുൽ അസീസ് അൽ ഗരാവി അറിയിച്ചു. തിങ്കളാഴ്ച രാവിലെ നേരിയ തോതിൽ തുടങ്ങുന്ന മഴ ചില പ്രദേശങ്ങളിൽ ശക്തി ആർജിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാത്രി മൂടൽ മഞ്ഞിനും സാധ്യതയുണ്ട്. ദൃശ്യപരത കുറയുന്നതിനാൽ ആളുകൾ മുൻകരുതലെടുക്കാനും അടിയന്തര ഘട്ടങ്ങളിൽ എമർജൻസി നമ്പറിൽ ബന്ധപ്പെടണമെന്നും അധികൃതർ അറിയിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.